പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സോളിഡിൻ്റെ 6165 സെറ്റ് ഓഫ് ബോക്സ് ട്യൂണിങ്ങും അതുപോലെ ചാനൽ എഡിറ്റിങ്ങും നമുക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ ഓർഡർ പ്രകാരം നമ്പർ പ്രകാരം എങ്ങനെ ക്രമീകരിക്കാം എന്ന് നോക്കാം. ഈ സോളിഡിൻ്റെ 6165 സെറ്റ് ഓഫ് ബോക്സ് 10 ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോക്സാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സാണ്. അപ്പോൾ ഇത് ട്യൂൺ ചെയ്ത് ഇൻ്റൽസാറ്റ് 66 ഡിഗ്രിയിലെ സാറ്റലൈറ്റ് ട്യൂൺ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ എങ്ങനെ ക്രമീകരിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോളിഡിൻ്റെ ഈ 6165 മോഡൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ കാണിക്കുന്നുണ്ട്. HEVC അതുപോലെ S2X 10 ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്നു. ഇതുപോലെ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഇൻസ്റ്റാളേഷൻ ഓക്കെ അമർത്തുക. അതിനുശേഷം പിൻകോഡ് 4 പ്രാവശ്യം 0 അമർത്തുക. അതിനുശേഷം നമുക്ക് സാറ്റലൈറ്റ് ആഡ് ചെയ്യുന്നതിന് റെഡ് ബട്ടൺ അമർത്തുക. അല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിന് ഗ്രീൻ ബട്ടണും അമർത്താവുന്നതാണ്. ഞാനിവിടെ നിലവിലുള്ള സാറ്റലൈറ്റ് ന്യൂ സാറ്റലൈറ്റ് അതിൻ്റെ പേര് ചേഞ്ച് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ന്യൂ സാറ്റലൈറ്റ് എന്നുള്ള പേര് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യെല്ലോ ബട്ടൺ അമർത്തി അതിൻ്റെ നിലവിലുള്ള ന്യൂ സാറ്റലൈറ്റ് എന്നുള്ള പേര് കളഞ്ഞിട്ട് ഇൻ്റൽസാറ്റ് 66 നമ്മൾ 66 ട്യൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഏത് സാറ്റലൈറ്റ് ആണോ ട്രാക്ക് ചെയ്തിട്ടുള്ളത് ആ സാറ്റലൈറ്റിൻ്റെ പേര് ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓരോ അക്ഷരത്തിലും ഓരോ സ്പെല്ലിങ്ങിലും പോയിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഇൻ്റൽസാറ്റ് 66 എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ അമർത്തി. ഓക്കെ അമർത്തുന്നതിന് വേണ്ടിയിട്ട് കൺഫേം നീല ബട്ടൺ അമർത്തി കൺഫേം ചെയ്ത് ഓക്കെ അമർത്തി. ചേഞ്ച് ചെയ്ത് സാറ്റലൈറ്റിൻ്റെ പേര് സേവ് ചെയ്യുന്നതിന് യെസ് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഡിഗ്രി ലോങ്കിറ്റ്യൂഡ് സാറ്റലൈറ്റിൻ്റെ ഡിഗ്രി 66 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഓക്കെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സാറ്റലൈറ്റിൽ ടിക്ക് വരും. നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം LNB C ബാൻഡ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം LNB ഫ്രീക്വൻസി 5150 5750. ഞാൻ 5G LNB ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. അതുപോലെ ഡൈസിക്ക് സ്വിച്ച് നിങ്ങൾ ഡൈസിക്ക് സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്യുക. ഡൈസിക്ക് സ്വിച്ച് നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ KU ബാൻഡ് സാറ്റലൈറ്റാണ് ട്യൂൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് KU ബാൻഡ് സെലക്ട് ചെയ്യാം. C ബാൻഡ് ആണെങ്കിൽ C ബാൻഡ് സെലക്ട് ചെയ്യാം. സാറ്റലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് സാറ്റലൈറ്റ് ടിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി ബ്ലൂ ബട്ടൺ നീല ബട്ടൺ അമർത്തുക. നെറ്റ്വർക്ക് സെർച്ച് ഓൺ ആക്കുക. അതുപോലെ സ്കാൻ ടൈപ്പ് ബ്ലൈൻഡ് സ്കാൻ സെലക്ട് ചെയ്യുക. ഓക്കെ അമർത്തുക. ഓക്കെ അമർത്തിയാൽ ആ സാറ്റലൈറ്റിലെ നമുക്ക് സിഗ്നൽ ലഭിക്കുന്ന മുഴുവൻ ചാനലുകളും ഇങ്ങനെ ഓട്ടോമാറ്റിക്കലായി ട്യൂണായി വരുന്നതാണ്. ഇനി സ്കാനിങ്ങിന് തൊട്ടു മുന്നായി ചാനൽ ടൈപ്പ് FTA അതുപോലെ ഓൾ എന്നും കാണാം. FTA എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്ന ഫ്രീ ടു എയർ ആയി ലഭിക്കുന്ന ചാനലുകൾ മാത്രം ട്യൂണായി വരും. ഓൾ എന്ന് സെലക്ട് ചെയ്ത് നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ആ സാറ്റലൈറ്റിലെ പേ ചാനൽ ഉൾപ്പെടെ മുഴുവൻ ചാനലുകളും ട്യൂണായി വരുന്നതാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണ്ട പോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ KU ബാൻഡ് സാറ്റലൈറ്റാണ് നിങ്ങൾ ട്യൂൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ LNB ഫ്രീക്വൻസി 9750/10600 എന്ന് സെലക്ട് ചെയ്യുക. C ബാൻഡ് സാറ്റലൈറ്റാണ് ട്യൂൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 5150/5750 5G LNBക്ക് ഈ ഫ്രീക്വൻസി കൊടുക്കുക. ഇപ്പോൾ ചാനലെല്ലാം ട്യൂണായി വന്നിട്ടുണ്ട്. ഞാൻ യെസ് കൊടുത്തു, ഓക്കെ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ചാനൽ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എനിക്കിപ്പോൾ കൈരളി അറേബ്യ എന്ന ചാനൽ 192 നമ്പറിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യണം. ആദ്യം സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ ബട്ടൺ അമർത്തുക. അപ്പോൾ മഞ്ഞ ടിക്ക് വരും, യെല്ലോ കളറിൽ ടിക്ക് വരും. അതിനുശേഷം നമുക്ക് ഏത് നമ്പറിലേക്കാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ നമ്പറിലേക്ക് നമ്മൾ എത്തണം. ഇപ്പോൾ ആ 192 ചാനൽ നമ്പർ എനിക്ക് വേണ്ടത് നമ്പർ 1ലാണ്. നമ്പർ 1 കൊണ്ടുവന്നതിന് ശേഷം യെല്ലോ ബട്ടൺ അമർത്തുക. മൂവ് എന്ന് എഴുതിയിട്ടുണ്ട്, മഞ്ഞ ബട്ടൺ അമർത്തിയിട്ടുണ്ട്. അത് അമർത്തി കഴിഞ്ഞാൽ ചാനൽ 1ലേക്ക് ആ ചാനൽ വരുന്നതാണ്. മൂവ് ചെയ്യുന്നതിന് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും പെട്ടെന്ന് ചാനലിലേക്ക് എത്താൻ എളുപ്പം. ഇനി നമുക്ക് മറ്റൊരു ചാനലായ ജീവൻ ടി വി സെലക്ട് ചെയ്തുകൊണ്ട് ചാനൽ ക്രമീകരിക്കാം. ജീവൻ TV ഞാൻ സെലക്ട് ചെയ്തു. മഞ്ഞ ടിക്ക് വന്നു. അതിനുശേഷം താഴേക്ക് വന്ന് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബട്ടൺ ഉപയോഗിക്കാം. ഇനി എനിക്ക് ജീവൻ TVയുടെ നമ്പർ വേണ്ടത് 2ലേക്കാണ് ക്രമീകരിക്കേണ്ടത്. അപ്പോൾ 2ൽ വന്നിട്ട് ഞാൻ മൂവ് യെല്ലോ ബട്ടണാണ്, യെല്ലോ അമർത്തി കഴിഞ്ഞു. യെല്ലോ നമുക്ക് താഴെ കാണാം, റെഡ്, ഗ്രീന്, യെല്ലോ, ബ്ലൂ ഇങ്ങനെയൊരു സെക്ഷൻ കാണാം. ഇതിലുള്ള മഞ്ഞ ബട്ടണാണ് നമ്മൾ അമർത്തേണ്ടത്. ആ മഞ്ഞ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാനലായി ജീവൻ TV ക്രമീകരിച്ചു കഴിഞ്ഞു.
ഓക്കെ അമർത്തി കഴിഞ്ഞാൽ ഡാറ്റ സേവ് ചെയ്തു, ചാനൽ സേവ് ചെയ്തു. അപ്പോൾ 1 കൈരളി അറേബ്യ നമ്മൾ സെലക്ട് ചെയ്തു, 2 ജീവൻ TV സെലക്ട് ചെയ്തു. ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ചാനൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ 1, 2, 3 ഇങ്ങനെ ഓർഡർ പ്രകാരം ക്രമീകരിക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ ക്രമീകരിക്കാം. ഇനി ഓരോ ചാനൽ ക്രമീകരിക്കുന്നതിന് പകരം നമുക്ക് കൂട്ടത്തോടെ സെലക്ട് ചെയ്തുകൊണ്ട് വേണ്ട ചാനലുകൾ മുഴുവൻ സെലക്ട് ചെയ്തുകൊണ്ട് 1 കൊണ്ടുവന്നിട്ട് യെല്ലോ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ചാനലുകളൊക്കെ ആദ്യം ഫസ്റ്റ് ഭാഗത്തേക്ക് 1 മുതൽ കാണാവുന്നതാണ്. അപ്പോൾ ഈ 61, 65 സെറ്റ് ബോക്സ് ട്യൂൺ ചെയ്യുന്നതിൻ്റെയും എഡിറ്റ് ചെയ്യുന്നതിൻ്റെയും വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ സെറ്റ് ബോക്സ് നമ്മൾ ആദ്യം മുതലേ സെയിൽ ചെയ്യുന്നതാണ്. ഓൾറെഡി ഇത് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഈ എല്ലാ സെറ്റ് ബോക്സുകളിലും C ബാൻഡും KE ബാൻഡും എല്ലാം ട്യൂൺ ചെയ്യാം. എങ്കിൽ കൂടിയും ഈ ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 40 ഡിഗ്രിയിലുള്ള ഫ്രീ സാറ്റിലെ കുറച്ച് ചാനലുകൾ HD ചാനൽ ഉൾപ്പെടെ നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് ഓപ്പൺ ആവുന്നതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതാണ് സോളിഡിൻ്റെ 61, 65 നമ്മൾ ട്യൂൺ ചെയ്ത് എഡിറ്റ് ചെയ്ത ബോക്സ്. ഈ ബോക്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇത് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ്. 40 ഡിഗ്രിയിലെ ഫ്രീ സാറ്റിലെ ചാനലുകളൊക്കെ കുറച്ച് ചാനലുകളൊക്കെ HD ചാനലുകൾ ഉൾപ്പെടെ ഓപ്പൺ ആവുന്ന ബോക്സാണിത്. അത്യാവശ്യം നല്ല ബോക്സാണ്. അപ്പോൾ ഈ ബോക്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.